ദിവ്യകാരുണ്യമേ ബലിവേദിയിൽ ഞങ്ങൾക്കായി മറിയും അപ്പമാകുനി. ദിവ്യകാരുണ്യമേ ബലിവേദിയിൽ ഞങ്ങൾക്കായി മറിയും അപ്പമാകുനി. ജീവൻ സമർത്ഥമായി ഉണ്ടാകുവാൻ നീയെന്നും കുറിക്കപ്പെടുന്നു. സ്വയമേ ശൂന്യനാക്കുന്നു. ദിവ്യകാരുണ്യമേ ബലിവേദിയിൽ ഞങ്ങൾക്കായി മുറിയും അപ്പമാണു നീ. മേശയ്ക്കു ചുറ്റും ഒരുമിച്ചു കൂട്ടുന്ന സ്നേഹവിരുന്നാണു നീ. മേശയ്ക്കു ചുറ്റും ഒരുമിച്ചു കൂട്ടുന്ന സ്നേഹവിരുന്നാണു നീ. വില്ലതകൾ മറന്നു ചേരാൻ കൂട്ടായ്മയിൽ വളർന്നീടാൻ ഐക്യത്തിൽ ഞങ്ങൾ പുലരാൻ തുണയ്ക്കും അനുഭവം നൽകിയാലും. ഐക്യത്തിൽ ഞങ്ങൾ പുലരാൻ തുണയ്ക്കും അനുഭവം നൽകിയാലും. ദിവ്യകാരുണ്യമേ ബലിവേദിയിൽ ഞങ്ങൾക്കായി മുറിയും അപ്പമാണു നീ. അനുരഞ്ജനത്തിന്റെ വരദാനമേകുന്ന കൂദാശയർപ്പണമല്ലോ. അനുരഞ്ജനത്തിന്റെ വരദാനമേകുന്ന കൂദാശയർപ്പണമല്ലോ. ശത്രുതകൾ അകന്നു ചേരാൻ രമ്യതയിൽ തഴച്ചിടാൻ സ്വർഗത്തിൽ ഞങ്ങൾ വാഴാൻ തുണയ്ക്കും വലിദാന ചൈതന്യമേയാലും. സ്വർഗത്തിൽ ഞങ്ങൾ വാഴാൻ തുണയ്ക്കും വലിദാന ചൈതന്യമേയാലും. പ്രിയപ്പെട്ടവരെ, ഇന്ന് പ്രത്യേകമായി ലോകമെമ്പാടുമുള്ള ഭാരതീയർക്ക് വേണ്ടി, പ്രവാസികൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുവാനായിട്ടാണ് ആവശ്യപ്പെട്ടിരിക്കുന്നത്. വിദേശങ്ങളിലായിരിക്കുന്നവര് ജോലിയില്ലാത്ത അവസ്ഥകളോ, ഉണ്ടായിരുന്ന ജോലി നഷ്ടപ്പെട്ട അവസ്ഥകളോ, ഉള്ള ജോലി തന്നെ ഒത്തിരിയേറെ പ്രതിസന്ധികളിലൂടെ കടന്നു പോകുന്ന സാഹചര്യങ്ങൾ, നാട്ടിലേക്ക് വെറും കൈയോടെയൊക്കെ മടങ്ങേണ്ടി വരുന്ന സമ്മർദ്ദ സാഹചര്യങ്ങൾ, പഠനത്തിനും ഉപജീവനത്തിനുമൊക്കെ ആയിട്ട് ലോകത്തിന്റെ നാനാഭാഗങ്ങളിലായിരിക്കുന്ന എല്ലാവരെയും നമുക്ക് ഓർത്ത് പ്രാർത്ഥിക്കാം. അതോടൊപ്പം തന്നെ ജീവിത സന്ധാരണത്തിന് മാർഗമന്വേഷിച്ച് ഒത്തിരിയേറെ റിസ്ക് എടുത്ത് വീണ്ടും വിദേശങ്ങളിലേക്കൊക്കെ മടങ്ങിപ്പോകാനായിട്ട് ആഗ്രഹിക്കുന്നവരും ജോലി തേടുന്നവരുമായ നമ്മുടെ പ്രിയപ്പെട്ടവരുണ്ട്. കടത്തിൽ നിന്നും കടമായിട്ടിരിക്കുന്ന അവസ്ഥയിൽ വീണ്ടും കടമെടുത്തൊക്കെ ജോലി സാധ്യതകൾ അന്വേഷിക്കുകയും അതിനുവേണ്ടി ഏജൻസിനെ പണമൊക്കെ ഏൽപ്പിച്ച് കാത്തിരിക്കുന്നവർ, നമുക്ക് അങ്ങനെയുള്ളവരെ സമർപ്പിച്ച് പ്രാർത്ഥിക്കാം. ഇന്ന് ജന്മദിനം ആഘോഷിക്കുന്നവര്, വിവാഹവാർഷികം, പ്രിയപ്പെട്ടവരുടെ സ്മരണകൾ സൂക്ഷിക്കുന്നവര് എല്ലാവരെയും സമർപ്പിക്കാം. നമ്മുടെ മറ്റെല്ലാ പ്രത്യേക നിയോഗങ്ങളും വളരെ പ്രത്യേകമായി കൊറോണ വൈറസ് വ്യാപനത്തിൽ രോഗികളായി തീർന്നവര്, നമ്മുടെ തന്നെ പ്രിയപ്പെട്ടവര്, നമ്മുടെ തന്നെ സഹശുശ്രൂഷകരായിട്ടുള്ളവര്, വൈദികരുണ്ട്, അൽമായരുണ്ട്, സന്യാസികളുണ്ട്. എല്ലാവരെയും സമർപ്പിച്ചുകൊണ്ട് ഏറ്റവും കൃത്യമായ വളരെ സൗഖ്യസ്പർശം കിട്ടാൻ വേണ്ടി നമുക്ക് പ്രാർത്ഥിക്കാം.
പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെയും നാമത്തിൽ. അന്നാ പെസഹ തിരുനാളിൽ കർത്താവരുളിയ കൽപ്പന തിരുനാമത്തിൽ ചേർന്നിടാം, ഒരുമയോടി ബലി അർപ്പിക്കാം. അനുരഞ്ജിതരായി തീർന്നിടാം, നവമൊരു പീഠ ഒരുക്കിടാം. ഗുരുവിൽ സ്നേഹമൊഴിയാകം തിരുമുൻപാകെ അടച്ചിടാം. അന്നാ പെസഹ തിരുനാളിൽ കർത്താവരുളിയ കൽപ്പനമോൻ തിരുനാമത്തിൽ ചേർന്നിടാം, ഒരുമയോടി ബലി അർപ്പിക്കാം. അത്യുന്നതമാം സ്വർലോകത്തിൽ സർവേശനു സ്തുതിഗീതം. ഭൂമിയിലെങ്ങും ഭക്തനു ശാന്തി പ്രത്യാശയുമെന്നേക്കും. സ്വർഗ്ഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ, അങ്ങയുടെ നാമം പൂജിതമാകണമേ, അങ്ങയുടെ രാജ്യം വരണമേ, അങ്ങയുടെ തിരുമനസ്സ് സ്വർഗ്ഗത്തിലെ പോലെ ഭൂമിയിലുമാകണമേ. ഞങ്ങൾക്ക് ആവശ്യമായ ആഹാരം ഇന്ന് ഞങ്ങൾക്ക് തരണമേ. ഞങ്ങളുടെ കടക്കാരോട് ഞങ്ങൾ ക്ഷമിച്ചിരിക്കുന്നത് പോലെ ഞങ്ങളുടെ കടങ്ങളും പാപങ്ങളും ഞങ്ങളോട് ക്ഷമിക്കണമേ. ഞങ്ങളുടെ പാപങ്ങൾ ഉൾപ്പെടുത്തരുതേ, ദുഷ്ടാരൂപിയിൽ ഞങ്ങളെ രക്ഷിക്കണമേ. എന്തുകൊണ്ടെന്നാൽ രാജ്യവും ശക്തിയും മഹത്വവും എന്നേക്കും അങ്ങയുടേതാകുന്നു. ആമേൻ. സ്വർഗ്ഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ, അങ്ങയുടെ മഹത്താൽ സ്വർഗ്ഗവും ഭൂമിയും പടർന്നിരിക്കുന്നു. ബാലന്മാരും മനുഷ്യരും അങ്ങ് പരിശുദ്ധൻ 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 എന്ന് ഘോഷിക്കുന്നു. നമുക്ക് പ്രാർത്ഥിക്കാം സമാധാനത്തോടുകൂടെ. ഞങ്ങളുടെ കർത്താവായ ദൈവമേ, അങ്ങയുടെ മഹനീയ ത്രിത്വത്തിന്റെ സമ്പൂജ്യമായ നാമത്തിനും സ്വർഗത്തിലും ഭൂമിയിലും എപ്പോഴും സ്തുതിയും ബഹുമാനവും കൃതജ്ഞതയും ആരാധനയും ഉണ്ടായിരിക്കട്ടെ. പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വര എന്നേക്കും. ആമേൻ. ദൈവമെന്റെ രക്ഷകൻ, ദൈവമെന്റെ നായകൻ, ദൈവമെന്റെ ആശ്രയം, ദൈവമെന്റെ സർവം. സൈന്യമെന്നെ വളഞ്ഞാൽ, വഴികൾ പിന്തുടർന്നാൽ, ഭീതിയിൽ എനിക്കു തെല്ലും ദൈവമാണ് നായകൻ. നിയതമങ്ങേ വസതിയിൽ കഴിയുവാനൻ മോഹം, മധുരമങ്ങേ മഹിമയിൽ മറയുവാനൻ ദാഹം. കണ്ണിലങ്ങേ കതിരുകൾ കണ്ടു കണ്ടു മയങ്ങണം, കാതിലങ്ങേ കനിവഴും കഥകൾ കേട്ടു ലയിക്കണം. ദൈവമെന്റെ രക്ഷകൻ, ദൈവമെന്റെ നായകൻ, ദൈവമെന്റെ ആശ്രയം, ദൈവമെന്റെ സർവം. സമാധാനത്തോടുകൂടെ. ഞങ്ങളുടെ കർത്താവായ ദൈവമേ, അങ്ങ് നൽകിയിട്ടുള്ളതും എന്നാൽ കൃതജ്ഞത പ്രകാശിപ്പിക്കുവാൻ ഞങ്ങൾക്ക് കഴിയാത്തതുമായ എല്ലാ സഹായങ്ങൾക്കും അനുഗ്രഹങ്ങൾക്കുമായി സകല സൗഭാഗ്യങ്ങളും നന്മകളും നിറഞ്ഞു മുടിച്ചൂടി നിൽക്കുന്ന സഭയിൽ ഞങ്ങളങ്ങേ നിരന്തരം സ്തുതിക്കുകയും മഹത്വപ്പെടുത്തുകയും ചെയ്യട്ടെ. പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വര എന്നേക്കും. ആമേൻ. സർവാധിപനാം കർത്താവേ, നിന്നെ വണങ്ങി നമിക്കുന്നു. ഈശോ
നിന്നെ നമിച്ചു പുകഴ്ത്തുന്നു. മറ്റൊരു നിത്യമഹോന്നതമാം ഉദ്ധാരം നീ അരുളുന്നു. അക്ഷയമവരുടെ ആത്മാവിൽ ഉത്തമ രക്ഷയുമേകുന്നു. പ്രാർത്ഥിക്കാം സമാധാനത്തോടുകൂടി. എന്റെ കർത്താവേ, അങ്ങ് സത്യമായും ഞങ്ങളുടെ ശരീരങ്ങളെ ഉയർപ്പിക്കുന്നവനും ആത്മാക്കളെ രക്ഷിക്കുന്നവനും ജീവനെ നിത്യം പരിപാലിക്കുന്നവനുമാകുന്നു. ഞങ്ങളെപ്പോഴും അങ്ങേക്ക് സ്തുതിയും കൃതജ്ഞതയും ആരാധനയും സമർപ്പിക്കുവാൻ കടപ്പെട്ടവരാകുന്നു. സകലത്തിന്റെയും നാഥായ നീക്കും. ശക്തമുയർത്തി പാടിടുവിൻ, സർവ്വരും ഒന്നായി പാടിടുവിൻ. എന്നെന്നും ജീവിക്കും സർവേശ്വരനെ വാഴ്ത്തിടുവിൻ, വാഴ്ത്തിടുവിൻ. പരിപാവനനാം സർവേശ, പരിപാവനനാം ബലവാനേ, പരിപാവനനാം അമർത്യനേ, നിർവചനങ്ങൾ കേൾക്കണമേ. പ്രാർത്ഥിക്കാൻ സമാധാനത്തോടുകൂടെ. ഞങ്ങളുടെ കർത്താവായ ദൈവമേ, അങ്ങയുടെ ജീവദായകവും ദൈവീകവുമായ കൽപ്പനകളുടെ മധുരസ്വരം ശ്രവിക്കുന്നതിനും ഗ്രഹിക്കുന്നതിനും ഞങ്ങളുടെ ബുദ്ധിയെയും മനസ്സിനെയും അങ്ങ് പ്രകാശിപ്പിക്കണമേ. അതുവഴി ആത്മശരീരങ്ങൾക്ക് ഉപകരിക്കുന്ന സ്നേഹവും ശരണവും രക്ഷയും ഞങ്ങളിൽ ഫലമണിയുന്നതിനും നിരന്തരം ഞങ്ങൾ അങ്ങയെ സ്തുതിക്കുന്നതിനും അങ്ങയുടെ കാരുണ്യത്താലും അനുഗ്രഹത്താലും ഞങ്ങളെ സഹായിക്കണമേ. പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വരായ നീക്കും. എന്റെ സഹോദരനെ, വിശുദ്ധ പൗലോസ്ലീഹ കൊരിന്തോസ്യർക്ക് എഴുതിയ 2-ാം ലേഖനത്തിൽ നിന്ന് 13-ാം അധ്യായം 1 മുതൽ 4 വരെ വാക്യം. സഹോദരനെ അനുഗ്രഹിക്കട്ടെ. 3 പ്രാവശ്യമാണ് ഞാൻ നിങ്ങളെ സന്ദർശിക്കാൻ പോകുന്നത്. 2-3 സാക്ഷികളുടെ മൊഴിയിന്മേൽ ഏത് കാര്യവും സ്ഥിരീകരിക്കപ്പെടേണ്ടിയിരിക്കുന്നു. നേരത്തെ പാപം ചെയ്തവർക്കും മറ്റെല്ലാവർക്കും ഞാൻ മുന്നറിയിപ്പ് നൽകിയിട്ടുണ്ട്. എന്റെ 2-ാം സന്ദർശന വേളയിൽ ഞാൻ ചെയ്തതുപോലെ ഇപ്പോൾ എന്റെ അസാന്നിധ്യത്തിലും അവർക്ക് ഞാൻ താക്കീത് നൽകുന്നു. ഞാൻ വീണ്ടും വന്നാൽ അവരെ വെറുതെ വിടുകയില്ല. ക്രിസ്തു എന്നിലൂടെ സംസാരിക്കുന്നു എന്നതിന് തെളിവാണല്ലോ നിങ്ങൾ ആഗ്രഹിക്കുന്നത്. നിങ്ങളോട് ഇടപെടുന്നതിൽ അവൻ ദുർബലനല്ല, ശക്തനാണ്. അവൻ ബലഹീനതയിൽ ക്രൂശിക്കപ്പെട്ടു, എന്നാൽ ദൈവത്തിന്റെ ശക്തിയാൽ ജീവിക്കുന്നു. ക്രിസ്തുവിൽ ഞങ്ങളും ബലഹീനരാണ്, എന്നാൽ നിങ്ങളോട് പെരുമാറുമ്പോഴാകട്ടെ ഞങ്ങൾ അവനോടുകൂടെ ദൈവത്തിന്റെ ശക്തി കൊണ്ട് ജീവിക്കും. ദൈവശക്തി സുവിശേഷം, ദൈവശക്തി അത് രക്ഷയിലേക്കു നയിക്കും. ദൈവശക്തി യഹൂദജനതയ്ക്കും യവനരുമുൾപോലെ, യഹൂദജനതയ്ക്കും യവനരുമുൾപോലെ രക്ഷാനിർണയമായി ഭവിച്ചൊരു സത്യസുവിശേഷം, രക്ഷാനിർണയമായി ഭവിച്ചൊരു സത്യസുവിശേഷം. സുവിശേഷം ദൈവശക്തി, സുവിശേഷം ദൈവശക്തി അത് രക്ഷയിലേക്കു നയിക്കും. ദൈവശക്തി. നമുക്ക് ശ്രദ്ധാവിൽ നിന്ന് പരിശുദ്ധ സുവിശേഷം ശ്രമിക്കാം. സമാധാനം നിങ്ങളോടുകൂടെ. വിശുദ്ധ മത്തായി അറിയിച്ച നമ്മുടെ കർത്താവ് യേശു മിശിഹായുടെ പരിശുദ്ധ സുവിശേഷം, അധ്യായം 9:35 മുതലുള്ള തിരുവചനങ്ങളാണ്. വിളവിന്റെ നാഥനോട് പ്രാർത്ഥിക്കുവാനായി
അവിടുന്ന് നമ്മെ ഓർമ്മപ്പെടുത്തുന്നു. അവിടുന്ന് എല്ലാ ഗ്രാമങ്ങളിലും നഗരങ്ങളിലും ചുറ്റി സഞ്ചരിച്ച് രോഗങ്ങളും വ്യാധികളും സുഖപ്പെടുത്തി കടന്നുപോയി. ഇന്ന് ഇതാ നമ്മുടെ ഇടയിൽ കർത്താവിൻ്റെ സാന്നിധ്യമായി ഓരോരുത്തരും മാറിക്കൊണ്ട് അവൻ്റെ സൗഖ്യത്തിൻ്റെ സാന്നിധ്യങ്ങളാകാൻ, അവൻ്റെ ശക്തിയുടെ സാന്നിധ്യങ്ങളാകാൻ ശ്ലീഹ പറഞ്ഞതുപോലെ ബലഹീനതകളുണ്ട്, പക്ഷേ സുവിശേഷത്തിൻ്റെ ശക്തി ഞങ്ങളിൽ നിറയുകയാണ്. അപ്പോൾ കർത്താവിൻ്റെ ശക്തിയും സാന്നിധ്യവുമായി നാം ഓരോരുത്തരെയും രൂപാന്തരപ്പെട്ട എല്ലാവരെയും സൗഖ്യപ്പെടുത്താൻ, എല്ലാവർക്കും സുവിശേഷം അറിയിക്കുവാൻ അവിടെ നൽകുന്ന ഉത്തരവാദിത്വം ഉൾക്കൊള്ളാൻ കഴിയട്ടെ. അതോടൊപ്പം ഈശോയുടെ മനസ്സ് അലച്ചിൽ കാണുമ്പോഴോ, പരിഭ്രമം കാണുമ്പോഴോ, നിസ്സഹായത കാണുമ്പോഴോ അവിടുന്ന് അനുകമ്പയോടെ ഇടപെടുകയാണ്. അനുകമ്പയുള്ള ഒരു ദൈവമാണ് അവിടുന്ന്. നമ്മുടെ നിസ്സഹായതകളിലും പരിഭ്രാന്തികളിലും അലച്ചിലുകളിലും നമ്മളോട് അനുകമ്പയുള്ള കർത്താവാണ് നമ്മുടെ കൂടെയുള്ളത്. അവിടുത്തെ അനുകമ്പയും ആർദ്രതയും അനുഭവിച്ചറിഞ്ഞ് ആശ്വസിക്കാനും അവിടുത്തെ അനുകമ്പയുടെയും ആർദ്രതയുടെയും ആൾരൂപങ്ങളായി വർദ്ധിക്കുവാനും അനുഗ്രഹം തേടിക്കൊണ്ട് നമുക്ക് ഈ വിശുദ്ധ ബലിയിൽ തുടർന്ന് പങ്കുചേരാം. ഈ വചനം നമ്മുടെ ഹൃദയങ്ങളെ പ്രകാശിപ്പിക്കട്ടെ. യേശു അവരുടെ സിനഗോഗുകളിൽ പഠിപ്പിച്ചും രാജ്യത്തിന്റെ സുവിശേഷം പ്രസംഗിച്ചും എല്ലാ രോഗങ്ങളും വ്യാധികളും സുഖപ്പെടുത്തിയും എല്ലാ നഗരങ്ങളിലും ഗ്രാമങ്ങളിലും ചുറ്റി സഞ്ചരിച്ചു. ജനക്കൂട്ടങ്ങളെ കണ്ടപ്പോൾ യേശുവിന് അവരുടെ മേൽ അനുകമ്പ തോന്നി. അവർ ഇടയനില്ലാത്ത ആടുകളെ പോലെ പരിഭ്രാന്തരും നിസ്സഹായരുമായിരുന്നു. അവൻ ശിഷ്യന്മാരോട് പറഞ്ഞു, വിളവധികം വേലക്കാരോ ചുരുക്കം. അതിനാൽ തന്റെ വിളഭൂമിയിലേക്ക് വേലക്കാരെ അയക്കാൻ വിളവിന്റെ നാഥനോട് പ്രാർത്ഥിക്കുവിൻ. നമുക്ക് എല്ലാവർക്കും സന്തോഷത്തോടെ ഉത്സാഹത്തോടെ നിന്ന് കർത്താവേ ഞങ്ങളുടെ മേൽ കൃപയുണ്ടാകണമെന്ന് പ്രാർത്ഥിക്കാം. രക്ഷകനായ മിശിഹായെ നിന്റെ രക്തത്താൽ നീ വീണ്ടെടുക്കുകയും രക്തസാക്ഷികളുടെ തുടർന്നത്താൽ പരിപോഷിപ്പിക്കുകയും ചെയ്ത സഭയ്ക്ക് പ്രയാസങ്ങളെയും എതിർപ്പുകളെയും നേരിടുന്നതിനും എന്റെ ദൈവദൗത്യം വിജയപ്രദമായി തുടരുന്നതിനും ശക്തി നൽകണമെന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. സഭയോടൊത്ത് ചിന്തിക്കുവാനും അവരുടെ പ്രവർത്തനങ്ങളിൽ കഴിയുന്നത് പങ്കാളികളാകാനുമുള്ള സന്മനസ് എന്റെ ജനത്തിന് നൽകണമെന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. ആദർശങ്ങൾക്കൊത്ത് സത്യസഭയെ ധീരമായി നയിക്കുവാൻ ഞങ്ങളുടെ പരിശുദ്ധ പിതാവ് ഫ്രാൻസിസ് പാപ്പായെ, ഞങ്ങളുടെ സഭയുടെ തലവനും പിതാവുമായ കർദിനാൾ ജോർജ് ആലഞ്ചേരി ശ്രേഷ്ഠ മെത്രാപ്പോലീത്തായെ, അതിർവതാം മെത്രാപ്പോലീത്തൻ വികാരിമാർ ആന്റണി കരിയൽ മെത്രാപ്പോലീത്തായെ, മറ്റെല്ലാ മെത്രാന്മാരെയും അനുഗ്രഹിക്കുമെന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. വിവിധ സഭകൾക്കിടയിൽ പരസ്പര ധാരണയും ഐക്യവും വളർത്തി ഏകസത്യ വിശ്വാസത്തിൽ അവരെ പരിരക്ഷിക്കണമെന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. സുവിശേഷം ലോകത്തെ അറിയിക്കുവാനായി ശിഷ്യന്മാരെ നിയോഗിച്ച കർത്താവെ, സ്ത്രീയന്മാരും പ്രവാചകന്മാരും ആവുന്ന അടിസ്ഥാനത്തിൽ പടിയപ്പെട്ടിരിക്കുന്ന സഭയിൽ യഥാർത്ഥ പ്രവേശരാകാൻ ഞങ്ങളെ സഹായിക്കുമെന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. ദൈവവിളിക്ക് അനുസൃതമായ സുവിശേഷകാരൻ ചെയ്ത് നീതിമാന്മാരോടൊപ്പം സ്വർഗ സൗഭാഗ്യത്തിന് അർഹരാകുവാൻ ഞങ്ങളെ അനുഗ്രഹിക്കണമെന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. ദൈവരാജ്യത്തിന് സാക്ഷികളായി തീർന്ന് മിശിഹായിൽ ലോകത്തെ നവീകരിക്കുവാൻ ഞങ്ങളെ പ്രാപ്തരാക്കണമെന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. പ്രേക്ഷിത പ്രവർത്തനങ്ങളിൽ ഞങ്ങൾക്കുണ്ടാവുന്ന എതിർപ്പുകളെയും പ്രതിബന്ധങ്ങളെയും പ്രത്യാശയോടെ തരണം ചെയ്യുവാൻ ഞങ്ങളെ സഹായിക്കണമെന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. നമുക്ക് എല്ലാവർക്കും നമ്മെ നാം ഓരോരുത്തരെയും പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സമർപ്പിക്കാം. സുവിശേഷത്തിന് സാക്ഷികളാകുവാൻ ഞങ്ങളെ വിളിച്ച കർത്താവേ, സഭയോട് ചേർന്ന് ഏകമനസ്സായി പ്രേക്ഷിത വേല ചെയ്യുവാൻ ഞങ്ങളെ സഹായിക്കണമേ. വിശുദ്ധിയോടും തീഷ്ണതയോടും കൂടി ശുശ്രൂഷ ചെയ്യുവാനും അങ്ങേ മഹത്വപ്പെടുത്തുവാനും ഞങ്ങളെ അനുഗ്രഹിക്കണമേ. സകലത്തിന്റെയും നാഥനായ ദൈവം തന്റെ കൃപാസമുദ്രത്തിൽ നമ്മുടെ പാപങ്ങളുടെ കറ കഴുകിക്കളയട്ടെ. എനിക്കുള്ളതെല്ലാം
ജീവനും നിന്റെ സ്നേഹസഹായങ്ങളല്ലോ. അപ്പവും വീഞ്ഞുമുയർത്തി എന്നെ അർപ്പണം ചെയ്യുന്നു ദേവാ. അപ്പവും വീഞ്ഞുമുയർത്തി എന്നെ അർപ്പണം ചെയ്യുന്നു ദേവാ. ദിവ്യഹീനം നിറവേറ്റി ഭൂരിലങ്ങി മഹത്വം വളർത്താൻ. ദിവ്യഹീനം നിറവേറ്റി ഭൂരിലങ്ങി മഹത്വം വളർത്താൻ. കർത്താവേ, ഒത്തിരിയേറെ പരിഭ്രാന്തികളാ, നിസ്സഹായതകളാ, നീറുന്ന സാഹചര്യങ്ങളാ സ്വദേശത്തും വിദേശത്തും കർത്താവേ നിന്റെ മക്കൾ വല്ലാതെ വലയുന്നുണ്ടെന്ന് അങ്ങേക്കറിയാമല്ലോ. ഞങ്ങളുടെ നിസ്സഹായതകളും പരിഭ്രാന്തികളും അറിയുന്ന അങ്ങ് ഞങ്ങളെ ഒരിക്കലും ഒറ്റയ്ക്ക് വിടുന്നില്ല. അങ്ങ് ഞങ്ങളുടെ കൂടെ വരികയാണ്. ഞങ്ങളോട് അനുകമ്പയാണ് അങ്ങേക്ക്, ആർദ്രതയാണ് അങ്ങേക്ക്. കർത്താവെ, അങ്ങേ ഞങ്ങൾ സ്തുതിക്കുന്നു, ഞങ്ങൾ അങ്ങേ മഹത്വപ്പെടുത്തുന്നു. കർത്താവെ, അലയുന്ന എല്ലാ മക്കളെയും ഞങ്ങളുടെയും എല്ലാ അലച്ചിലുകളും പരിഭ്രാന്തികളും സമർപ്പിച്ച് ഞങ്ങൾ വീണ്ടും പ്രാർത്ഥിക്കുന്നു. അങ്ങയുടെ അനുകമ്പയും ആർദ്രതയും ഞങ്ങൾ അനുഭവിച്ചറിയട്ടെ. ഞങ്ങളെയും അങ്ങയുടെ ആൾരൂപങ്ങളാക്കി മാറ്റണമേ എന്ന് പ്രാർത്ഥിക്കുകയാണ്. മറ്റുള്ളവരുടെ നിസ്സഹായതകളിലും പരിഭ്രാന്തികളിലും അലച്ചിലുകളിലും അങ്ങയെപ്പോലെ ഇടപെടാൻ, അനുകമ്പയോടെ ഇടപെടാൻ അങ്ങയുടെ സാന്നിധ്യമായി അവർക്ക് ഓരോരുത്തർക്കും ഞങ്ങൾ ഓരോരുത്തരും മാറുവാൻ കൃപയേകണമേ, ഇപ്പോഴും എപ്പോഴും എന്നേക്കും. പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സ്തുതി. ദൈവമാതാവായ കന്യാമറിയത്തിന്റെയും മറിയൂസേ പിതാവിന്റെയും സ്മരണ വിശുദ്ധ ബലിപീഠത്തിങ്കൽ ഉണ്ടാകട്ടെ. ദൈവജനമെല്ലാം ആമീൻ ആമീൻ എന്ന് ഉദ്ഘോഷിക്കട്ടെ. വിജയം വരിച്ച നീതിമാന്മാരുടെയും മകുടം ചൂടിയ രക്തസാക്ഷികളുടെയും സ്മരണയോടുകൂടെ നമ്മുടെ പിതാവായ മാർത്തോമാ ശ്ലീഹായുടെ ഓർമ്മ വിശുദ്ധ ബലിപീഠത്തിങ്കൽ ഉണ്ടാകട്ടെ. ചെറിയവരും വലിയവരും നിന്റെ സുദീർഘമായ ഉത്ഥാനം വഴി നീ മഹത്വത്തോടെ ഉയർപ്പിക്കുമെന്ന പ്രതീക്ഷയിൽ മരിച്ചവരെല്ലാം നിദ്ര ചെയ്യുന്നു. ആശീർവദിക്കണമേ എന്റെ സഹോദരരെ. കൃപാന എന്റെ കരങ്ങൾ വഴി പൂർത്തിയാക്കുവാൻ നിങ്ങൾ എനിക്ക് വേണ്ടിയും പ്രാർത്ഥിക്കുവിൻ. ഞങ്ങളുടെ കർത്താവായ ദൈവമേ, അങ്ങ് ഞങ്ങളുടെ മേൽ വർഷിച്ച സമൃദ്ധമായ അനുഗ്രഹങ്ങളെ പ്രതി ഞങ്ങൾ അങ്ങേക്കു നന്ദി പറയുന്നു. അങ്ങയുടെ അഭിഷിക്തന്റെ ശരീര രക്തങ്ങളാകുന്ന ദിവ്യരഹസ്യങ്ങളുടെ ശുശ്രൂഷകരാകുവാൻ എളിയവരും പാപികളുമായിരുന്നിട്ടും ഞങ്ങളെ അങ്ങ് കാരുണ്യാതിരേകത്താൽ യോഗ്യരാക്കി. അങ്ങ് നൽകിയ ദാനം തികഞ്ഞ സ്നേഹത്തോടും ഉറച്ച വിശ്വാസത്തോടും കൂടെ പരികർമ്മം ചെയ്യുവാൻ ഞങ്ങളെ ശക്തരാക്കണമെന്ന് അങ്ങയോട് ഞങ്ങൾ അപേക്ഷിക്കുന്നു. ഞങ്ങൾ അങ്ങേക്കു സ്തുതിയും ബഹുമാനവും കൃതജ്ഞതയും ആരാധനയും സമർപ്പിക്കുന്നു, ഇപ്പോഴും എപ്പോഴും എന്നേക്കും. സമാധാനം നിങ്ങളോടുകൂടെ. സഹോദരനെ വിശേഷ സ്നേഹത്തിൽ സമാധാനം ആശ്വസിക്കുന്നു. നമ്മുടെ കർത്താവ് മിശിഹായുടെ കൃപയും പിതാവായ ദൈവത്തിന്റെ സ്നേഹവും പരിശുദ്ധാത്മാവിന്റെ സഹവാസവും
നാം എല്ലാവരോടും കൂടെ ഉണ്ടായിരിക്കട്ടെ, ഇപ്പോഴും എപ്പോഴും എന്നേക്കും. നിങ്ങളുടെ വിചാരങ്ങൾ ഉന്നതത്തിലേക്ക് ഉയരട്ടെ. സകലത്തിന്റെയും നാഥനായ ദൈവത്തിനോ കുർബാന അർപ്പിക്കപ്പെടുന്നു. പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വര, അങ്ങയുടെ മഹത്വമേറിയ ത്രിത്വത്തിന്റെ ആരാധ്യമായ നാമം എല്ലാ തരങ്ങളിൽ നിന്ന് സ്തുതിയും, എല്ലാ നാവുകളിൽ നിന്ന് കൃതജ്ഞതയും, എല്ലാ സൃഷ്ടികളിൽ നിന്ന് പുകഴ്ചയും അർഹിക്കുന്നു. എന്തുകൊണ്ടെന്നാൽ അങ്ങ് ലോകത്തെയും അതിലുള്ള സകലത്തെയും കനിവോട് സൃഷ്ടിക്കുകയും മനുഷ്യവംശത്തോട് അളവറ്റ കൃപ കാണിക്കുകയും ചെയ്തു. സ്വർഗവാസികളുടെ ആയിരങ്ങളും മലഹമാരുടെ 10,000 മഹോന്നതനായ അങ്ങയെ കുമ്പിട്ട് ആരാധിക്കുന്നു. അഗ്നിമയന്മാരും അരുവികളുമായ സ്വർഗീയ സൈന്യങ്ങൾ അങ്ങയുടെ നാമം പ്രകീർത്തിക്കുന്നു. പരിശുദ്ധരും അരുവികളുമായ ക്രോവ്യന്മാരോടും സാപ്യന്മാരോടും ചേർന്ന് നാഥനായ അങ്ങേക്ക് അവർ ആരാധന സമർപ്പിക്കുന്നു. ഉയർന്ന സ്വരത്തിൽ ഇടപെടാതെ സ്തുതിച്ചുകൊണ്ട് അവർ ഒന്ന് ചേർന്ന് ഉദ്ഘോഷിക്കുകയും ചെയ്യുന്നു. ദൈവമേ അവിടുന്ന് പരിശുദ്ധൻ, ബലവാനേ അവിടുന്ന് പരിശുദ്ധൻ, മിശിഹായേ അവിടുന്ന് പരിശുദ്ധൻ, സ്രഷ്ടാവേ അവിടുന്ന് പരിശുദ്ധൻ. മാലാഖമാർ നിന്നെ വാഴ്ത്തുന്നു, മംഗളഗീതങ്ങൾ പാടുന്നു. മാലാഖമാർ നിന്നെ വാഴ്ത്തുന്നു, മംഗളഗീതങ്ങൾ പാടുന്നു. സർവചരാചരം നിന്നുള്ളിൽ സർവം സമർപ്പണം ചെയ്തിടുന്നു. ഓശാന 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 ഓശാന. കർത്താവായ ദൈവമേ, അങ്ങയുടെ പ്രിയപുത്രൻ ഞങ്ങളെ പഠിപ്പിച്ചതുപോലെ അവിടുത്തെ പീഡാനുഭവത്തിന്റെ സ്മരണ ഞങ്ങൾ ആചരിക്കുന്നു. താൻ ഏൽപ്പിച്ചു കൊടുക്കപ്പെട്ട രാത്രിയിൽ ഈശോ നിർമ്മലമായ തന്റെ തൃക്കരങ്ങളിൽ അപ്പമെടുത്ത് സ്വർഗത്തിലേക്ക് ആരാധ്യനായ പിതാവേ അങ്ങയുടെ പക്കലേക്ക് കണ്ണുകൾ ഉയർത്തി വാഴ്ത്തി വിഭജിച്ചോ ശിഷ്യന്മാർക്ക് നൽകിക്കൊണ്ടോ അരുൾ ചെയ്തു. ഇത് പാപമോചനത്തിനായി നിങ്ങൾക്ക് വേണ്ടി വിഭജിക്കപ്പെടുന്ന എൻ്റെ ശരീരമാകും. നിങ്ങളെല്ലാവരും ഇതിൽ നിന്ന് വാങ്ങി ഭക്ഷിക്കുവിൻ. അപ്രകാരം തന്നെ കാസയും എടുത്ത് കൃതജ്ഞതാ സ്തോത്രം ചെയ്തു വാഴ്ത്തി അവർക്ക് നൽകിക്കൊണ്ടോ അരുൾ ചെയ്തു. ഇത് പാപമോചനത്തിനായി അനേകർക്ക് വേണ്ടി ചിന്തപ്പെടുന്ന പുതിയ ഉടമ്പടിയിലെ എൻ്റെ രക്തമാണ്. നിങ്ങളെല്ലാവരും ഇതിൽ നിന്ന് വാങ്ങി പാനം ചെയ്യുകയും. ഞാൻ ഈ ചെയ്തത് നിങ്ങൾ എൻ്റെ നാമത്തിൽ ഒരുമിച്ച് കൂടുമ്പോൾ എൻ്റെ ഓർമ്മയ്ക്കായി ചെയ്യും. കർത്താവേ, അങ്ങ് ഞങ്ങളോട് കൽപ്പിച്ചതുപോലെ എളിവരും ബലഹീനരും ആകുലരുമായി ദാസർ അങ്ങയുടെ തിരുസന്നിധിയിൽ ഒരുമിച്ച് കൂടിയിരിക്കും. നന്ദി പ്രകാശിപ്പിക്കുവാൻ കഴിയാത്ത വിധം അത്ര വലിയ അനുഗ്രഹമാണ് അങ്ങ് ഞങ്ങൾക്ക് നൽകിയിരിക്കുന്നത്. അങ്ങയുടെ ദൈവിക ജീവനിൽ ഞങ്ങളെ പങ്കുകാരാക്കുവാൻ അങ്ങ് ഞങ്ങളുടെ മനുഷ്യ സ്വഭാവം സ്വീകരിക്കുകയും അധപതിച്ചു പോയി ഞങ്ങളെ സമുദ്ധരിക്കുകയും മുതലായി ഞങ്ങളെ ജീവിപ്പിക്കുകയും ചെയ്തു. പാപികളായി ഞങ്ങളെ കടങ്ങൾ ക്ഷമിച്ച് വിശുദ്ധീകരിച്ചു.
ഞങ്ങളുടെ ബുദ്ധിക്ക് പ്രകാശം നൽകി ഞങ്ങളുടെ ശത്രുക്കളെ പരാജിതരാക്കി ഞങ്ങളുടെ ബലഹീനമായ പ്രകൃതിയെ അങ്ങയുടെ സമൃദ്ധമായ അനുഗ്രഹത്താൽ അങ്ങ് മഹത്വം അണിയിക്കുകയും ചെയ്യും. അങ്ങ് ഞങ്ങൾക്ക് നൽകിയ എല്ലാ സഹായങ്ങൾക്കും അനുഗ്രഹങ്ങൾക്കുമായി ഞങ്ങൾ അങ്ങേക്ക് സ്തുതിയും ബഹുമാനവും കൃതജ്ഞതയും ആരാധനയും സമർപ്പിക്കുന്നു, ഇപ്പോഴും എപ്പോഴും എന്നേക്കും. കർത്താവേ, ശക്തനായ ദൈവമേ, പ്രധാനാചാര്യനും സാർവത്രിക സഭയുടെ തലവനും ഭരണാധികാരിയുമായ റോമായിലെ ഫ്രാൻസിസ് പാപ്പയ്ക്ക് വേണ്ടി, ഞങ്ങളുടെ സഭയുടെയും അതിരൂപതയുടെയും അധ്യക്ഷനായ മാർ ജോർജ് ആലഞ്ചേരി മെത്രാപ്പൊലീത്തയ്ക്ക് വേണ്ടി, അതിരൂപത മെത്രാപ്പൊലീത്ത വികാരി മാർ ആന്റണി കരിയിൽ മെത്രാപ്പൊലീത്തയ്ക്ക് വേണ്ടി, കരിസ്മാറ്റിക് കമ്മീഷൻ പിതാക്കന്മാർക്ക് വേണ്ടി, മറ്റെല്ലാ പിതാക്കന്മാർക്കും വേണ്ടി, പുരോഹിതന്മാർ, സന്യാസിനികൾ, പുരോഹിതാർത്ഥികൾ, സന്യാസാർത്ഥികൾ, ഏകസ്ഥർ, വിവാഹിതർ, മറ്റു സമർപ്പിത ശുശ്രൂഷകർ, മിഷണറിമാർ, അൽമായ പ്രേക്ഷിതർ, ഭരണകർത്താക്കൾ, മേലധികാരികൾ, അധ്യാപകർ, വിദ്യാർത്ഥികൾ, രോഗീ ശുശ്രൂഷകർ, സാമൂഹ്യ പ്രവർത്തകർ, ഈ കാലഘട്ടത്തിന്റെ പ്രത്യേകമായ ദൗത്യങ്ങളിൽ ഏർപ്പെട്ടിരിക്കുന്നവർക്ക് വേണ്ടി ഈ കുർബാന അങ്ങ് സ്വീകരിക്കണമേ. എല്ലാ പ്രവാചകന്മാരുടെയും സ്ലീഹന്മാരുടെയും രക്തസാക്ഷികളുടെയും വന്ദകരുടെയും ബഹുമാനത്തിന് വേണ്ടി അങ്ങയുടെ സന്നിധിയിൽ പ്രതിദിനമാവിധം വർദ്ധിച്ച നീതിമാന്മാരും വിശുദ്ധരുമായ എല്ലാ പിതാക്കന്മാർക്കും വേണ്ടിയും ഈ കുർബാന അങ്ങ് സ്വീകരിക്കണമേ. ക്ലേശിതരും ദുഃഖിതരും ദരിദ്രരും പീഡിതരും രോഗികളും ആകുലരുമായ എല്ലാവർക്കും വേണ്ടി, ഞങ്ങളുടെ ഇടയിൽ ഞങ്ങളുടെ നാമത്തിൽ വേർപിരിഞ്ഞു പോയ എല്ലാ മരിച്ചവർക്ക് വേണ്ടി, അങ്ങയുടെ കാരണത്തിൽ പ്രത്യാശപരം കാത്തിരിക്കുന്ന ഞങ്ങളുടെ സമൂഹത്തിലെ ഓരോ അംഗങ്ങൾക്ക് വേണ്ടി, വിശിഷ്യ കർത്താവെ പ്രവാസികളായി കഴിയുന്ന എല്ലാവർക്കും വേണ്ടി, ജോലി സാധ്യതകൾ ആരായുന്നു കർത്താവെ, വളരെ പ്രത്യേകമായി ഇന്ന് ജന്മദിനം ആഘോഷിക്കുന്നവർക്ക്, വിവാഹ വാർഷികവും അതുപോലുള്ള സ്മരണകളും സൂക്ഷിക്കുന്നവർക്ക് വേണ്ടി കർത്താവെ, ഞങ്ങളുടെ മറ്റെല്ലാ പ്രത്യേക നിയോഗങ്ങൾക്ക് വേണ്ടിയും ഈ കുർബാന അങ്ങ് സ്വീകരിക്കണമേ. കർത്താവായ ദൈവമേ, അങ്ങ് ഞങ്ങളെ പഠിപ്പിച്ചതുപോലെ നമ്മളും വിശുദ്ധവുമായ ബലിപീഠത്തിന്മേൽ അങ്ങയുടെ അപേക്ഷിക്കന്റെ ശരീര രക്തങ്ങൾ ഞങ്ങൾ അർപ്പിക്കുന്നു. ഈ ഓർമ്മയാചരണത്തിൽ ദൈവമാതാവായ കന്യാമറിയത്തിന്റെയും അങ്ങയുടെ തിരുസന്നിധിയിൽ സമൃദ്ധി കണ്ടെത്തിയ നീതിമാന്മാരും വിശുദ്ധരുമായ പിതാക്കന്മാരുടെയും പാവന സ്മരണ അങ്ങയുടെ അവർണ്ണനീയവും സമൃദ്ധവുമായ കൃപയാൽ സംജാതമാക്കണമേ. ജീവിതകാലം മുഴുവൻ അങ്ങയുടെ ശാന്തിയും സമാധാനവും ഞങ്ങൾക്ക് നൽകണമേ. അങ്ങയുടെ ശാന്തിയും സമാധാനവും ഞങ്ങളുടെ കുടുംബങ്ങൾക്കും സമൂഹങ്ങൾക്കും നൽകണമേ. എല്ലാ തിന്മകളിലും ഞങ്ങളെ കാത്തുകൊള്ളണമേ. അങ്ങയുടെ അനുകമ്പതയുടെയും ആർദ്രതയുടെയും ആൾരൂപങ്ങളായി ഞങ്ങൾ ഓരോരുത്തരും മാറത്തക്ക വിധം അങ്ങയുടെ ആത്മാവിനാൽ ഞങ്ങളെ നിറയ്ക്കണമേ. കർത്താവേ, മറ്റുള്ളവരുടെ അലച്ചിലുകളിലും വ്യഥകളിലും ഇറങ്ങിച്ചെല്ലുന്നവരായി ഞങ്ങളെ ഓരോരുത്തരും മാറണമേ. അങ്ങ് രോഗികളിൽ എല്ലാ വ്യാധികളെയും സുഖപ്പെടുത്തുവാനായി കടന്നു ചെന്നതുപോലെ കർത്താവേ, ഞങ്ങളുടെ വാക്കുകളും പ്രവൃത്തികളും രീതികളും ശൈലികളും വഴി മറ്റുള്ളവരെ സൗഖ്യപ്പെടുത്തട്ടെ, സമാശ്വസിപ്പിക്കട്ടെ, ധൈര്യപ്പെടുത്തട്ടെ. നിന്റെ രാജ്യം അവരിൽ അങ്ങനെ സംജാതമാകട്ടെ. കർത്താവായ ദൈവമേ, അങ്ങയുടെ പരിശുദ്ധാത്മാവ് എഴുന്നള്ളി വന്നോ അങ്ങദാസരുടെ കുർബാനയിൽ അവിടുന്ന് ആവസിച്ചോ ഇതിനെ ആശീർവദിക്കുകയും പൗത്രീകരിക്കുകയും ചെയ്യട്ടെ. ഇത് ഞങ്ങൾക്ക് കടങ്ങളുടെ പ്രതിക്കും പാപങ്ങളുടെ മോചനത്തിനും മനുഷ്യരുടെ ഏർപ്പുള്ള വലിയ പ്രത്യാശയ്ക്ക് നിന്നെ പ്രീതിപ്പെടുത്തി എല്ലാവരോടും ഒന്നിച്ചോ സ്വർഗരാജ്യത്തിൽ നവമായ ജീവിതത്തിനും കാരണമാകട്ടെ. സജീവവും പരിശുദ്ധവും ജീവദായകവുമായ അങ്ങയുടെ നാമത്തിന് സ്തുതിയും ബഹുമാനവും കൃതജ്ഞതയും ആരാധനയും സമർപ്പിക്കുന്നു, ഇപ്പോഴും എപ്പോഴും എന്നേക്കും. ദൈവമേ, അങ്ങയുടെ കാരുണ്യത്തിനൊത്ത വിധം എന്നോട് ദയ തോന്നണമേ. ഞങ്ങളുടെ കർത്താവേ ഈശോ മിശിഹായേ, നിന്റെ തിരുനാമത്തിന് സ്തുതിയും നാഥനായ നിനക്ക് ആരാധനയും എപ്പോഴും ഉണ്ടായിരിക്കും. സജീവവും ജീവദായകവുമായ ഈ അപ്പം സ്വർഗത്തിൽ നിറങ്ങിയതും ലോകത്തിന് മുഴുവൻ ജീവൻ നൽകുന്നതുമാകും. ഇത് ഭക്ഷിക്കുന്നവർ മരിക്കുകയില്ല, പ്രത്യുത പാപമോചനവും രക്ഷയും പ്രാപിക്കുകയും നിത്യം ജീവിക്കുകയും ചെയ്യും. ആത്മാവിൽ ഈശോയ്ക്ക് വരും
തിരുനാഥന് അപ്പമായി തീരുന്ന ഗുരുനാഥന് ആരാധനയുടെ പൊൻചിറകിൽ ആത്മാവിൽ അലിഞ്ഞു ഞാൻ പറന്നുയരും മാലാകമാർത്തേതു പാടും ഹല്ലേലൂയ 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 ഹല്ലേലൂയ. നമ്മുടെ കർത്താവ് യേശു മിശിഹായുടെ കൃപയും പിതാവായ ദൈവത്തിന്റെ സ്നേഹവും പരിശുദ്ധാത്മാവിന്റെ സഹവാസവും നാം എല്ലാവരോടും കൂടെ ഉണ്ടായിരിക്കട്ടെ, ഇപ്പോഴും എപ്പോഴും എന്നേക്കും. ആമേൻ. നമ്മുടെ രക്ഷകന്റെ അമൂല്യമായ ശരീരരക്തങ്ങളുടെ രഹസ്യങ്ങളെ നമുക്ക് എല്ലാവർക്കും ഭക്ഷ്യാദരങ്ങളോട് സമീപിക്കാം. അനുവാദങ്ങളോട് ശരണത്തോടെ അപരാധങ്ങളിൽ തിരിഞ്ഞുകൊണ്ടും പാവങ്ങളെ കുറിച്ച് പശ്ചാത്തപിച്ചുകൊണ്ടും സഹോദര തെറ്റുകൾ ക്ഷമിച്ചുകൊണ്ടും നമുക്ക് സ്ഥലത്തിന്റെ നാഥനായ ദൈവത്തോടെ കൃപയും പാവമോചനം യാചിക്കുകയും ചെയ്യാം. ഭിന്നതകളും കലഹങ്ങളും വെടിഞ്ഞ് നമ്മുടെ മനസാക്ഷിയെ ശുദ്ധീകരിക്കാം. ശത്രുതയിലും വിദ്വേഷത്തിൽ നിന്ന് നമ്മുടെ ആത്മാക്കളെ വിമുക്തമാക്കാം. ഈശ്വരവാൻ സ്വീകരിക്കുകയും പരിശുദ്ധാത്മാവിനാൽ പൗത്രീകരിക്കപ്പെടുകയും ചെയ്യാം. യോജിപ്പോടും ഐക്യത്തോടും കൂടി ജീവിതശീലങ്ങളിൽ പങ്കുകൊള്ളാം. വിഭജനങ്ങളുടെ ശരീരങ്ങളിലും ആത്മാക്കളെ രക്ഷിക്കാൻ കാരണമാകട്ടെ. പ്രാർത്ഥിക്കാൻ സമാധാനം നമ്മോടുകൂടെ. കർത്താവേ, ശക്തനായ ദൈവമേ, നല്ലവനായ ഞങ്ങളുടെ പിതാവേ, അങ്ങയുടെ കാരുണ്യം ഞങ്ങൾ കേണപേക്ഷിക്കുന്നു. ഞങ്ങളെ പ്രലോഭനത്തിൽ ഉൾപ്പെടുത്തരുതേ, ദുഷ്ടാരൂപെന്നും അവരുടെ സൈന്യങ്ങളിൽ ഞങ്ങളെ രക്ഷിക്കണം. എന്തുകൊണ്ടെന്നാൽ രാജ്യവും ശക്തിയും പ്രാബല്യവും അധികാരവും അങ്ങയുടേതാകുന്നു, ഇപ്പോഴും എപ്പോഴും എന്നേക്കും. സമാധാനം നിങ്ങളോട് കൂടെ. വിശുദ്ധ കുർബാന വിശുദ്ധ ജനത്തിനുള്ളതാകുന്നു. ജീവിക്കുന്ന ദൈവത്തെ നിങ്ങൾ പ്രവർത്തിക്കും. ഭക്ഷിക്കുന്ന നമ്മെ സ്നേഹത്തിൽ വൈദ്യത്തിൽ അവളെ സംരക്ഷിക്കട്ടെ. സഭയുടെ വെല്ലുവേദിയിൽ തന്റെ ശരീരത്തിൽ നമുക്ക് വാഴ്ത്താം. കർത്താവായ ഈശോയെ, വിശുദ്ധ കുർബാനയിൽ സത്യമായും അങ്ങ് എഴുന്നള്ളി വരുന്നത് അനുഭവിച്ചറിഞ്ഞുകൊണ്ട് അങ്ങയെ ഞങ്ങൾ ആരാധിക്കുന്നു, ഞങ്ങൾ അങ്ങയെ സ്തുതിക്കുന്നു, ഞങ്ങൾ അങ്ങേക്ക് നന്ദി പറയുന്നു. ദിവ്യകുദാശയായി സ്വീകരിക്കുന്നവരിലേക്ക് ഉദാശയായി അങ്ങയെ സ്വീകരിക്കാൻ ഒത്തിരി ആഗ്രഹിച്ചിട്ടും സാധിക്കാതെ ആത്മന അങ്ങയെ സ്വീകരിക്കാൻ അങ്ങേറ്റം കൊതിയോടെ കാത്തിരിക്കുന്നവരിലേക്ക് വന്ന് എഴുന്നള്ളി വരണമേ. അങ്ങ് ഞങ്ങളെ അങ്ങയിൽ ഒന്നിപ്പിക്കണമേ, അങ്ങയിൽ ചേർക്കണമേ. നമ്മെ ജീവിപ്പിക്കുന്ന കർത്താവ് യേശു മിശിഹായുടെ കൃപാവരം അവിടുത്തെ കാരുണ്യത്താൽ നമ്മെല്ലാവരിലും സമ്പൂർണ്ണമായി എത്തിക്കട്ടെ. കർത്താവിന്റെ ബലിപീഠത്തിൽ നിന്ന് ഭക്ഷിച്ച് നമുക്ക് തൃപ്തരാകാം. സഭയുടെ വിശ്വസ്ത സന്താനങ്ങളായി വർത്തിക്കാൻ ഈ ജീവിതദാശ ശക്തരാക്കട്ടെ. മിശിഹായുടെ ശരീരവും രക്തവും കടന്നു പ്രവർത്തിക്കും, നിത്യജീവനും കാരണമാകട്ടെ. മിശിഹായുടെ ശരീരവും രക്തവും കടന്നു പ്രവർത്തിക്കും, കാരണമാകട്ടെ. മിശിഹായുടെ ശരീരവും രക്തവും കടകൊണ്ട് പ്രവർത്തിക്കും, നിത്യജീവനും കാരണമാകട്ടെ. മിശിഹായുടെ ശരീരവും രക്തവും കടകൊണ്ട് പ്രവർത്തിക്കും, നിത്യജീവനും കാരണമാകട്ടെ. എന്നെ ശുദ്ധീകരിക്കണമേ. ശരീരമേ എന്നെ രക്ഷിച്ചരുളണമേ.
യേശുവിൻ തിരുനിടമേ എന്നെ ലഹരിയിലാക്കണമേ. യേശുവിൻ കടജലമേ എന്നെ നിത്യം കഴുകണമേ. യേശുവിൻ പീഡകളെ എന്നെ സുധീരനാക്കണമേ. വന്മകൻ നിറകുടമേ എന്റെ പ്രാർത്ഥന കേൾക്കണമേ. നാഥാ നിൻ തിരുമുറിവിൽ എനിക്കഭയം നൽകണമേ. മേലിൽ പിരിയാതെ എന്നെ അങ്ങിൽ ചേർക്കണമേ. എല്ലാ തിന്മയിൽ നിന്നും എന്നെ പരിരക്ഷിക്കണമേ. മരണവിനാഴികയിൽ എന്നെ അങ്ങ് വിളിക്കണമേ. നിൻ തിരുസവിധം പോകാൻ എന്നെ കൽപ്പിച്ചരുളണമേ. സകല വിശുദ്ധരും ഒന്നായി നിന്നെ സകലം വാഴ്ത്തിടുവാൻ. പരിശുദ്ധാത്മാവിന്റെ കൃപാവത്താൽ സുസ്ഥിരവും പരിശുദ്ധവും ജീവിതാകവും ദൈവരഹസ്യങ്ങളെ സമീപിച്ച് ഇവരെ പങ്കുകൊള്ളയോഗ്യരാക്കപ്പെട്ട നമുക്ക് എല്ലാവർക്കും ഇവയുടെ ദാതാവായ ദൈവത്തിന്റെ സ്തുതിയും കൃതജ്ഞതയും സമർപ്പിക്കാം. പ്രാർത്ഥിക്കാം. സമാധാനത്തോടുകൂടെ. കർത്താവായ ദൈവമേ, സുദീർഘവും പരിശുദ്ധവും ജീവദായകവും ദൈവികവുമായ രഹസ്യങ്ങൾ കടങ്ങളുടെ മോചനത്തിനായ കാരുണ്യപൂർവ്വം ഞങ്ങൾക്ക് നൽകിയും ഈ ദാനത്തെക്കുറിച്ച് അങ്ങയുടെ മഹനീയ ത്രിത്വത്തിന് സ്തുതിയും ബഹുമാനവും കൃതജ്ഞതയും ആരാധനയും സമർപ്പിക്കുന്നു, ഇപ്പോഴും എപ്പോഴും എന്നേക്കും. മനുഷ്യവർഗത്തിന്റെ പ്രതീക്ഷയായ മിശിഹായെ, സ്തുതവും പരിശുദ്ധവും ജീവദായകവും ദൈവികവുമായ രഹസ്യങ്ങൾ ഞങ്ങളുടെ കടങ്ങളും പാപങ്ങളും പൊറുക്കുകയും അപരാധങ്ങൾ ക്ഷമിക്കുകയും ചെയ്തു. ഉന്നതങ്ങൾ ആരാധ്യമായ ദാനം വാഴ്ത്തപ്പെട്ടതാകട്ടെ. സകലത്തിന്റെയും നാഥ എന്നേക്കും. തന്റെ ശരീരത്താൽ നമ്മുടെ കടങ്ങൾ പൊറുക്കുകയും രക്തത്താൽ നമ്മുടെ പാപങ്ങളുടെ കറ മാച്ചു കളയുകയും ചെയ്ത നമ്മുടെ കർത്താവ് സഭയിൽ വാഴ്ത്തപ്പെട്ടവനാകട്ടെ. ദൈവത്തിന്റെ അനുഗ്രഹീത ജനമേ, കർത്താവിന്റെ മേശസ്ഥലത്തെ അജഗണമേ, നിങ്ങളുടെ മേൽ അവിടുന്ന് കൃപാവരം ചൊരിയട്ടെ. അവിടുന്ന് തന്റെ കാരുണ്യവും അനുഗ്രഹവും നമ്മിൽ വർഷിക്കട്ടെ. അവിടുത്തെ പരിപാലനയുടെ വലങ്കൈ നമ്മെ സംരക്ഷിക്കുകയും നയിക്കുകയും ശക്തിപ്പെടുത്തുകയും ചെയ്യട്ടെ. അവിടുത്തെ അനുകമ്പാർദ്രമായ ഹൃദയം സ്വന്തമാക്കുവാൻ അവിടുന്ന് തന്നെ നമ്മിൽ ആവസിച്ചുകൊണ്ട് നമ്മെ ഓരോരുത്തരെയും രൂപാന്തരപ്പെടുത്തുകയും ചെയ്യട്ടെ, ഇപ്പോഴും എപ്പോഴും എന്നേക്കും. വിശുദ്ധീകരണത്തിന്റെ ബലിപീഠമേ സ്വസ്തി. പരിശുദ്ധ പരമാധികാരത്തിന് പരിശുദ്ധ പരമാധികാരത്തിന്
ആവേ 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 മരിയ.